ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. 2026 ആദ്യ ദിവസങ്ങളിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായി തിരുനാമത്തെ സ്തുതിക്കാം. ഒപ്പം കഴിഞ്ഞ വർഷം അവിടുത്തെ കൃപ ധാരാളം അനുഭവിപ്പാൻ ദൈവം നമ്മോട് കാണിച്ച ദയക്കായിട്ടും തിരുനാമത്തെ സ്തുതിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 85-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. അത് തന്നെയുമല്ല, 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ പുതിയ വർഷത്തിലെ സന്ദേശം അങ്ങയുടെ ജീവിതത്തിന് ഏറെ അനുഗ്രഹമാകുവാൻ, ദൈവത്തോട് അടുക്കുവാൻ, ദൈവസന്നിധിയിൽ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 9-ാം അധ്യായത്തിലുള്ള ഒരു പ്രത്യേകത പറഞ്ഞു തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുക. സർവാധികാരിയായ ദൈവം ഇസ്രയേലിൻ്റെ 1-ാമത്തെ രാജാവാകേണ്ടുന്ന ശൗലിനെ ഒടുവിലത്തെ ന്യായാധിപനായ ശമൂവേൽ പ്രവാചകന്റെ അടുത്ത് എത്തിക്കുന്ന ചരിത്രം നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ശമൂവേലിൻ്റെയും ശൗലിൻ്റെയും കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനീഭവിക്കേണ്ടതിന് ഒരു വിഷയമൊന്ന് ഓർമ്മിപ്പിച്ച് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുക. ഈ വർഷത്തിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ധൈര്യമായി തീരുവാൻ സംഗതിയാകട്ടെ. ദൈവത്തിൽ ഒരുവൻ ആശ്രയിക്കുമ്പോൾ, കർത്താവിൻ്റെ ഹിതത്തിനു വേണ്ടി ഒരുവൻ തന്നെത്താൻ വിട്ടുകൊടുക്കുമ്പോൾ, കർത്താവ് നമ്മെ എത്തിക്കേണ്ടുന്ന സ്ഥാനത്ത്, എത്തിക്കേണ്ടുന്ന ആളുകളുടെ അടുക്കൽ എത്തിക്കും എന്നുള്ളതിന് യാതൊരു സന്ദേഹത്തിൻ്റെയും ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ഒത്തിരി അലഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ എങ്ങും എത്തുവാൻ കഴിഞ്ഞില്ല എന്ന തോന്നൽ അങ്ങയുടെ ഹൃദയത്തെ മതിക്കുന്നുണ്ടെങ്കിൽ, ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് എന്നെ എത്തിക്കുവാൻ തക്കവണ്ണം, അങ്ങ് ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് എന്നെ എത്തിക്കുവാൻ തക്കവണ്ണം ഞാൻ എൻ്റെ ജീവിതത്തെ യാതൊരു നിബന്ധനയും കൂടാതെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു, അങ്ങേക്കായിട്ട് വിട്ടുതരുന്നുവെന്ന് പ്രാർത്ഥിപ്പാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ സന്ദേശത്തിൽ നമുക്കെല്ലാവർക്കും ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിൽ കേവലം ലോകത്തിനു വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതല്ല. നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളുണ്ട്, എന്നാൽ അതുമാത്രമല്ല നമ്മുടെ വിഷയം എന്നുള്ളത്. നമ്മുടെ ചില പ്രത്യേകമായ കാര്യങ്ങൾക്ക് വേണ്ടി ലോകപ്രകാരം ചിലത് നേടുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല. മറിച്ച് അതിനെല്ലാം അപ്പുറത്ത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ആദ്യം കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യമായി വരേണ്ടുന്നത് എന്നുള്ളത് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണ്. കഴിഞ്ഞ വർഷം ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ തൃപ്തികരമല്ലാത്തതായി താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ, ഈ വർഷം തൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ കഴിയണമെങ്കിൽ ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന ഇടത്തേക്ക്, അങ്ങ് ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക്, അങ്ങ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയിലേക്ക്, അങ്ങ് ആഗ്രഹിക്കുന്ന ഏത് നല്ല അനുഭവങ്ങളിലേക്ക് എന്നെ എത്തിക്കുവാൻ തക്കവണ്ണം യാതൊരു നിബന്ധനയും കൂടാതെ അവിടുത്തെ വിശുദ്ധമായ സന്നിധിയിൽ ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ മണിക്കൂറുകളിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് അങ്ങേക്ക് പ്രാർത്ഥിപ്പാനായിട്ട് സാധിക്കണം. അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. തന്നെയുമല്ല, ഈ 9-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നല്ല ഒരു പശ്ചാത്തലം ആദ്യത്തെ രാജാവായ ശൗലിന് കർത്താവ് കൃപയാൽ നൽകിയിട്ടുണ്ടായിരുന്നുവെന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന വിഷയമാണ്. ശ്രദ്ധിച്ചാലും 9-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം വാക്യം, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: ബെന്യാമീൻ ഗോത്രത്തിൽ കീഷ് എന്നു പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. ബെന്യാമീൻ ഗോത്രത്തിൽ കീഷ് എന്നു പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന് ശൗൽ എന്ന പേരോടെ
യൗവനവും കോമളത്വമുള്ളൊരു മകൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇത് എത്ര നല്ലൊരു പശ്ചാത്തലമാണ് വാസ്തവത്തിൽ. ഈ മനുഷ്യൻ ധനികനായ ഒരപ്പൻ്റെ മകനായിട്ട് ജനിക്കുകയാണ്. ഇസ്രയേൽ രാജാവാകുന്ന ആദ്യത്തെ ആ മനുഷ്യന് ശരിയായ ഒരു പശ്ചാത്തലം ദൈവം തമ്പുരാൻ മറ്റുള്ള അനേകർക്കില്ലാത്തതുപോലെ ഒരുക്കി കൊടുക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഇവിടെ എൻ്റെ ഹൃദയത്തെ മതിച്ച ഒരു ചിന്തയുണ്ട്. ഈ പറയുന്ന ശൗലിന് എന്തെങ്കിലും പ്രശംസിപ്പാൻ സ്വന്തമായിട്ടുണ്ടായിരുന്നു? ഇല്ല. അവനെ സംബന്ധിച്ച് അവൻ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചത് ദൈവത്തിൻ്റെ പ്രസാദം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ വർഷം ആരംഭിക്കുമ്പോൾ കർത്താവിനോട് നമുക്ക് സമ്മതിപ്പാൻ കഴിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നാം ഇന്നായിരിക്കുന്ന ഏത് നല്ല സ്ഥിതിയും അല്ലെങ്കിൽ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളും നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്നുള്ളത് ഒന്ന് സമ്മതിപ്പാനായിട്ട് സാധിക്കണം. അങ്ങ് പ്രശംസിക്കുന്ന ഏതു വിഷയവുമാകട്ടെ, അത് ദൈവം കനിവോടെ തന്നതാ. അത് തന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം അങ്ങ് കാഴ്ചവെക്കുവാൻ വേണ്ടിയാ. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നിട്ടുള്ള ഏത് കാര്യത്തിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതെല്ലാം ആത്യന്തികമായി ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവഹിതം നിവർത്തിപ്പാനുള്ള ഉപകരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുള്ള എല്ലാ നന്മകളുമെന്ന് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുവാൻ ഒരു ദൈവദാസനായി ഞാൻ ക്രിസ്തുവിൽ ധൈര്യപ്പെടുകയാണ്. എന്തിലെങ്കിലും എൻ്റേത് എന്ന് പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. മറിച്ച് കർത്താവിനോട് പറയണം, കർത്താവേ, അതെൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ എന്തെങ്കിലും നന്മ കൊണ്ടല്ല, മറിച്ച് അങ്ങയുടെ ദയയാൽ, അങ്ങയുടെ കൃപയാൽ, അങ്ങ് എനിക്കത് തന്നിരിക്കയാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം എടുക്കേണ്ടുന്ന ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് ഇതാകട്ടെ: കർത്താവെ, അങ്ങ് തന്നിട്ടുള്ള ഏത് പശ്ചാത്തലവും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ ഞാനിതാ സമർപ്പിക്കുന്നു. അങ്ങാണ് എനിക്കുള്ള സകലത്തിൻ്റെയും യജമാനൻ. എൻ്റെ യജമാനൻ അങ്ങ് തന്നെയാണ്. എനിക്കുള്ളതെല്ലാം അങ്ങേക്കുള്ളതാ. അതുകൊണ്ട് കർത്താവെ, പൂർണ്ണ മനസ്സോടെ ഞാൻ ആ സന്നിധിയിലേക്ക് വന്ന് എന്നെ തന്നെയും എനിക്ക് തന്നിട്ടുള്ള സകലത്തെയും ആ തൃപ്പാദങ്ങളിൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഞാനിതാ സമർപ്പിക്കുന്നുവെന്ന് പൂർണ്ണ മനസ്സോടെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ദൈവം കൃപ തരട്ടെ. ഈ വർഷം സ്വർഗത്തിലെ ദൈവം എല്ലാ നന്മകളും തന്നങ്ങെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഇന്ന് കേട്ട ആത്മീയ പ്രബോധനങ്ങൾ ജീവിതത്തിൽ അനവധി അനുഗ്രഹങ്ങൾക്കും ദൈവപ്രസാദത്തിനും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തമ്പുരാൻ ധാരാളം കൃപ നൽകി ആദരിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.